സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണതാണ് നമ്മുടെ ഗ്ലൂ ഗൺ ഹാക്സ് പാർട്ട് 1, 2, 3, 4, 5, 6. അപ്പൊ ഒരുപാട് പാർട്ടായി നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ഗ്ലൂ ഗണ്ണിന്റെ. എന്നാലും ഇനിയും വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കണം. വേറെ ഒന്നല്ല കേട്ടോ, ഗ്ലൂ ഗൺ സൂപ്പർ ആണ്. അങ്ങനെ എന്താ പറയാ, ഒരുപാട് ക്രാഫ്റ്റ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അടിപൊളി ഒരു സൂപ്പർ സംഭവമാണ് നമ്മുടെ ഗ്ലൂ ഗൺ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോ പ്രാങ്കിന്റെ ചെയ്തത് കാണാത്തവരുടെയും കണ്ടു നോക്കാം. ഒരുപാട് പേര് ഇഷ്ടമായി പറഞ്ഞിട്ട് കമന്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും അതിന്റെ പാർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അത് വൈകാതെ തന്നെ ചെയ്യണതായിരിക്കും കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ അധികം സമയങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം പറയണ്ട്, നമ്മുടെ ഗ്ലൂ ഗൺ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും റീപ്ലേസ് ചെയ്ത് കിട്ടി. പക്ഷെ നമ്മുടെ വലിയ ഗ്ലൂ ഗൺ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും എന്താ പറയാ ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ, ഗ്ലൂ വരുന്നില്ല. അത് നമ്മൾ അതിന് റീപ്ലേസ് ചെയ്യണില്ല, അതിനെ റീഫണ്ട് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മുടെ ചെറിയ ഗ്ലൂ ഗൺ പാവട്ടെ, ഇവനുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹാക്കൊക്കെ ചെയ്തത്. ഇവനാണ് മെടുക്കാൻ, ഇവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവൻ വെച്ചിട്ട് എല്ലാ ഹാക്കും ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി അധികം സമയങ്ങളതിന്റെ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ നമ്മുടെ ബ്രഷിന് ഒരു കവറാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ കത്തിക്കൊക്കെ കവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ അതുപോലെ നമ്മുടെ ബ്രഷിനും കവർ കൊടുക്കണം. കാരണം അത് ഈ എന്തെങ്കിലും പൗച്ചിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് നൂലും അത് ഇതൊക്കെ തന്നെ കടിച്ചു പിടിച്ച് വരും. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷ് എടുക്കാൻ അതിന്റെ മുകളിലൊരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ട്രേസ് പേപ്പർ എന്തെങ്കിലും ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ അത് ഒറ്റിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു അടിപൊളി ബ്രഷിന് ഒരു കവർ ആവുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. കവർ വന്നേക്കണത്. അപ്പൊ ബ്രഷിന്റെ കവർ സൂപ്പർ ആയിട്ടുണ്ട്. ബ്രഷിന് നമ്മളൊരു ഹെൽമെറ്റ് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ, നമ്മള് വാസ്ലിൻ തേച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഈ ഉള്ളിലത്തെ ഈ സംഭവങ്ങളിലെ നമ്മുടെ ട്രേസ് പേപ്പർ ഉള്ളിലായിട്ട് ആ ഉൾഭാഗത്ത് ഒട്ടിപ്പിടിച്ചു. ബാക്കി പുറമേലുള്ളതൊക്കെ നമ്മൾ പറിച്ച് വലിച്ച് കീറിയെടുത്തു. ഉള്ളിലത്തെ നമ്മൾ കയ്യെത്തിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് പൊളിഞ്ഞാലും വെച്ചിട്ട് നമ്മൾ അധികം റിസ്ക് എടുത്തില്ല. പിന്നെ അവസാനം കുറച്ച് ഗ്ലൂ ഒഴിക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോ അത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ വാസ്ലിൻ തേക്കാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ എന്താ പറയുന്നത്, ഇത്തിരി ഇതിങ്ങനെ ഒറ്റിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോഴേ ഇത് ഈ സംഭവം നീങ്ങി ഇങ്ങനെ വരും. ആ കടലാസ് ഇങ്ങനെ നീങ്ങി വന്നു. കടലാസ് നീങ്ങി വരുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇത്തിരി വലുപ്പം കൂടുക. അങ്ങനെയാണ് അത് കുറച്ച് വലിയ ഒരു തൊപ്പി, വലിയൊരു ഹെൽമെറ്റ് പോലെ ആയത്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ബ്രിസിൽസ് ഒന്നും കേടാവാണ്ട് കിട്ടും, അധികം ടൈറ്റ് അല്ലാത്ത കാരണം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇതെന്റെ സ്വന്തം ബ്രഷ് തന്നെയാണ്, ഓറൽ ബി ആണ്. എല്ലാവരും മൃദുലമായ പല്ലുകൾക്ക് വേണ്ടി ഈ ബ്രഷ് ഉപയോഗിക്കേണ്ടതാണ്. ഇന്ന് ഓറൽ ബിയുടെ പരസ്യമല്ല കേട്ടോ, പിന്നെ ചുമ്മാ പറഞ്ഞതാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. പിന്നെന്താ പറയുന്നില്ല. അപ്പൊ ഈ ഒരു ഹാക്കിന് നമുക്ക് 10ൽ 10 മാർക്കും കൊടുക്കാം. സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ വീട്ടിൽ ഗ്ലൂ ഗൺ ഉള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്തേക്കുള്ളൂ. ഇന്നോട്ട് എല്ലാവരും ബ്രഷിന് തൊപ്പിടിച്ച് നടക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ എന്ന് പറയണെങ്കിൽ നമ്മൾ സാധാരണ ഗ്ലാസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് ഇപ്പൊ പായസമൊക്കെ നമ്മൾ കുടിക്കുക, അവര് കോൺഫ്ലേക്സ് അങ്ങനത്തെയൊക്കെ കഴിക്കുക. നമ്മൾ വല്ല പായസമൊക്കെ കുടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ കുടിക്കും, അത് കഴിഞ്ഞിട്ട് സ്പൂണ് താഴ്ത്തി വെക്കുക, വേറെ പാത്രത്തിൽ വെക്കുക ചെയ്യേണ്ടി വരും. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസിന്റെ മുകളിൽ തന്നെ 2 വട്ടം ഉണ്ടാക്കുക. അതിന് ശേഷം അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ ഗ്ലാസ് മുട്ടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പായസം കുടിക്കാം, ആ സ്പൂൺ അതിൽ ഞാത്തിടും ചെയ്യാം. അപ്പൊ ഇത് സൂപ്പർ ഹാക്ക് അല്ലേ. അപ്പൊ ഈ ഹാക്ക് ട്രൈ അല്ല, ഈ ഒരു ഹാക്ക് വർക്ക്ഔട്ട് ആവും. നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്പൂൺ ഹോൾഡർ ഉള്ള ഗ്ലാസ്. അപ്പൊ അവര് ഫൈബറിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും പോലത്തെ ഗ്ലാസ്സിലാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചില്ല് ഗ്ലാസ്സിൽ തന്നെ ചെയ്തു. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം നല്ല ഇതായിട്ട്. ഇനി പറിച്ചെടുക്കാൻ പറ്റണ. അപ്പൊ ആദ്യം ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് ഈ സ്പൂൺ ഇട്ട വഴിക്ക് എന്തുണ്ടെന്ന് അറിയുക, സ്പൂൺ ഇട്ട വഴിക്ക് ഇത് ഒരെണ്ണം പൊട്ടി പോരാ ചെയ്തത്. അപ്പൊ പിന്നത്തെ പ്രശ്നം ശരിക്കും ഗ്ലൂ ഗണ്ണിന്റെ ഇത് വെച്ചിട്ട് ഒട്ടിച്ചു. അപ്പൊ ഇതൊക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ പായസമൊക്കെ ഇളക്കിളക്കി കുടിച്ചതിന് ശേഷം നമ്മള് സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. അടിപൊളിയില്ല, നല്ലൊരു ഐഡിയ ആയിട്ട് ഇങ്ങനെ
കുടിക്കുക, അതിന് ശേഷം ഇങ്ങനെ വെക്കുക. അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിലായിക്കോട്ടെ അല്ലേ, ഇതിനെ കൊറ്റി മെത്തിക്കണോളൂ. എന്നാലും കുഴപ്പമില്ല, ഇതൊരു സൂപ്പർ സക്സസ്ഫുൾ ഹാക്കാണ്. കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ഇതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. കുട്ടികളൊക്കെ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഇത് നമുക്ക് 10-ൽ 10 മാർക്ക് കൊടുക്കാം. സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ വീട്ടിലെ ഗ്ലൂ ഗണ്ണുള്ളവരൊക്കെ ഇതേപോലെ ഓരോ ഹോൾഡർ ഉണ്ടാക്കി കൊടുത്തോക്ക് അടി കിട്ടാണ്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവര് നമ്മുടെ ഗ്ലൂ ഗണ്ണിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ എല്ലായിടത്തേക്ക് പോകുമ്പോഴും ഇങ്ങനെ ഗ്ലൂ ഗൺ ഇങ്ങനെ കുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ നമ്മള് ഒരു തീപ്പെട്ടി എടുക്കുക. തീപ്പെട്ടി എടുത്തിട്ട് അതിൽ തീപ്പെട്ടി കൊള്ളിയും ഈ ഗ്ലൂ ഗൺ ഇങ്ങനെ അതിന്റെ മുകൾ ഭാഗത്തായിട്ടുള്ള ഒരു മുകളിലത്തെ തുമ്പത്തിന് തൊട്ടടിയിലായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇപ്പൊ ഒരു കണ്ണട പൊട്ടി വിചാരിച്ചോ, ഈ ഗ്ലൂ ഗൺ കത്തിക്കുക, എന്തോ എങ്ങനെ അപ്പൊ അതിങ്ങനെ ഉരുകി വരില്ലേ, അതവിടെ ആക്കാം, ഒട്ടിക്കുക. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു സൂപ്പർ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗ്ലൂ ഗൺ വേണ്ട, ഈ ഗ്ലൂ ഗൺ മാച്ച് സ്റ്റിക്ക് മാത്രം മതി. നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് മാച്ച് സ്റ്റിക്ക് എന്ന് പറയാല്ലേ. അപ്പൊ ഇനി ഹാക്ക് നോക്കട്ടോ. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്ലൂ ഗണ്ണിന്റെ ഗ്ലൂ സ്റ്റിക്ക് മാച്ച് സ്റ്റിക്ക്. ഇതാണ്. അപ്പൊ നമ്മളത് ഒരെണ്ണം കത്തിച്ചിട്ട് നമ്മള് ഈ സംഭവം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്രഷ് ഇങ്ങനെ വിട്ടുപോന്നിരിക്കായിരുന്നു. അപ്പൊ നമ്മളത് കത്തിച്ചിട്ട് ഇങ്ങനെ ഉരുക്കിയിട്ട്, പക്ഷെ അവിടെ ഒത്തിരി എത്തിയപ്പോഴേക്കും ഇത് കെട്ടുപോകാണ്ട് നോക്കണം. നല്ലോണം ഇങ്ങനെ കത്തട്ടെ അങ്ങനെ ഇടുന്നിട്ട് കത്തില്ലെങ്കിൽ അടുത്ത തീപ്പെട്ടി എടുത്ത് അങ്ങനെ കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലിങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒട്ടി പിടിച്ചിരുന്നു. ഇത് കറക്റ്റ് ആയിട്ട് ഒട്ടി പിടിച്ചിരുന്നിട്ട് ഇത് അതിന്റെ ഉള്ളിലും ശരിക്കും അവര് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ ഞാൻ ആ ഗ്ലൂ സ്റ്റിക്ക് ഉരുക്കി എടുക്കണം ഞാൻ കണ്ടു. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് മാച്ച് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചു കൊടുത്തേക്കാണ്. അപ്പൊ സൂപ്പർ ഹാക്കാണ്. 10-ൽ 10 മാർക്ക് കൊടുക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു തീപ്പെട്ടി എല്ലാവരും കയ്യിൽ കരുതിക്കോളൂ കേട്ടോ. അത്യാവശ്യം തീ കത്തിക്കും ചെയ്യാം, ഗ്ലൂ സ്റ്റിക്കിന്റെ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. കണ്ണട വെക്കണവർ പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഇന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഈ ഹാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഹാക്ക് നമ്മൾ ലാസ്റ്റ് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ടോർച്ച്, നമ്മുടെ മൊബൈൽ ടോർച്ചിന് നമ്മൾ വെറുതെ കത്തിച്ച് വെക്കുന്നതിന് പകരം നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ടോർച്ച് എഫക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പകരം ഇവരെന്താ വെച്ചാൽ ഒരു മൂടി എടുക്കാണ്. ആ മൂടിയുടെ ഉള്ളിൽ ഈ ഗ്ലൂ സ്റ്റിക്ക് ഇങ്ങനെ ഉരുക്കി ഒഴിക്കുകയാണ്. അതിന് ശേഷം ആദ്യം ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുത്ത് ഒട്ടിക്കുക. അപ്പൊ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ ആയിട്ട് നല്ല രസമായിട്ട് തന്നെ ഒരു ടോർച്ച് എഫക്ട് നമുക്ക് കിട്ടുന്നുണ്ട്, കണ്ണൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ടോർച്ച് എഫക്ട് ഉണ്ടാക്കാൻ പോണ സംഭവം. ഇതൊരു രത്നക്കല്ല് പോലെ നമുക്ക് കരുതാവുന്നതാണ്. ഇത് നമ്മളിതേ ടോർച്ച് ഇതേ കത്തിച്ചിട്ട് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം. അപ്പൊ ഇതേ ടോർച്ച് അടിക്കുമ്പോണ്ട ഇങ്ങനെയല്ലേ, നമ്മൾ ഇതിന്റെ മുകളിൽ വെക്കുമ്പോ നോക്കിയോളാം. വാവ്, ഇതൊരു നല്ലൊരു ലൈറ്റായി. നമ്മുടെ കണ്ണിന് ഇതാക്കേണ്ട ഒരു മൈൽഡ് ലൈറ്റ് ആയില്ലേ. നമുക്ക് ലൈറ്റ് ഒക്കെ എടുത്തിട്ട് നോക്കാം. ഓക്കെ, ഇങ്ങനെ കേട്ടോ. അപ്പൊ അധികം ലൈറ്റ് ഇല്ല. ഇപ്പൊ നോക്കിയേ, ഇത് സൂപ്പർ ലൈറ്റ് ആയില്ലേ. അപ്പൊ അതാ പറയുന്നത്, ഇങ്ങനെ എണ്ണം വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇതൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാനല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചാൽ മതി ഈ ടോർച്ചിന്റെ മുകളിൽ കേട്ടോ. അല്ലെങ്കിൽ ആവശ്യ സമയത്ത് ഇപ്പൊ കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ലൈറ്റ് ആവശ്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ ഇങ്ങനെ കമത്തി വെക്കുക, എന്നിട്ട് ടോർച്ച് ഓൺ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. അപ്പൊ നല്ലൊരു ലൈറ്റ് എഫക്ട് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പൊ ഒരു സൂപ്പർ ഹാക്കാണ്. 10-ൽ 10 മാർക്ക് കൊടുക്കാം. ഗ്ലൂ സ്റ്റിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിഷമിച്ചതായിരുന്നു, ഇത് വെച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ ഒട്ടിക്കേണ്ടതൊക്കെ. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ വെറുതെ ഇരുന്നോളും ഒരു കല്ല് പോലെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹാക്ക്. ഇതൊരു കിഡിലൻ ഹാക്കാണ്. അപ്പൊ ബ്യൂട്ടി ഹാക്കാന്ന് പറയാതിന് വേണമെങ്കിൽ നമുക്ക്. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, നഖമൊക്കെ നമ്മുടെ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നല്ല നീളമുള്ള നഖം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നഖം മേടിക്കാൻ കിട്ടില്ലേ, നെയിൽസ്. അപ്പൊ അങ്ങനത്തെ ആർട്ടിഫിഷ്യൽ നെയിൽസിന് പകരം നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ കൈന്റെ പടം അവര് വരച്ചേക്കണം. അതിന്റെ മുകളിൽ നിന്നിട്ട് ആ നഖത്തിന്റെ പോർഷനിൽ അവര് നമ്മുടെ അകത്തിന്റെ പോഷൻ മാത്രം അവർ വെട്ടിയെടുത്തേക്കാണ്. എന്നിട്ട് അതിൽ നമ്മൾ ഗ്ലൂ ഗൺ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാണ്. എന്നിട്ട് അതിന് നമ്മൾ ക്യൂടെക്സ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ നഖാക്കിയിട്ട് കൈമ ഇങ്ങനെ വെക്കണം. അപ്പൊ ഒരു സൂപ്പർ ഇങ്ങനെ നല്ല അടിപൊളി നഖാണ്. പ്രേതത്തിന്റെ പോലത്തെ നഖമാണ് കിട്ടുന്നത്. അപ്പൊ ഒരു ഹാക്ക് വാഗോട്ടോ. നമുക്ക്
ഏകദേശം വലിപ്പ വ്യത്യാസമായി. മാറ്റി വിട്ടിരിക്കുകയാണ്. ഇത്രയും മനോഹരമായ നഖം കണ്ടാ. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും നീളത്തിൽ എനിക്ക് ഇതുവരെ നഖം ഉണ്ടായിട്ടില്ല. പ്ലസ് സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഈ കൈ വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ആ ഭാഗത്തേക്ക് കടത്തില് യക്ഷിയാഞ്ചിട്ട് ശരിക്കും പ്രേതത്തിന്റെ നഖം പോലെ അല്ലേ. ഇതൊരു കിടിലൻ ഹാക്കൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഏകദേശം നിങ്ങൾ ഉണ്ടാക്കുമ്പോ ആ കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതൊരു സക്സസ്ഫുൾ ഹാക്കാണ്. നമ്മൾ ഉണ്ടാക്കിയപ്പോ ഇങ്ങനെയൊക്കെയാണ് വന്നത്. ഫസ്റ്റ് ടൈം അല്ല, അതുകൊണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുറെ വട്ടം ട്രൈ ചെയ്ത് സൂപ്പർ ആവും. എനിക്ക് നഖമൊക്കെ നോക്കിയേ, കണ്ട പേടിയുണ്ട് എനിക്ക്. ഈശ്വര, പട്ടിടിയും പൂച്ച നഖം പോലെ ഉണ്ടല്ലേ, ശരിക്കും യക്ഷിയുടെ നഖം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ ഇങ്ങനത്തെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കളർ ക്യൂടെക്സ് ഇട്ടിട്ട് ഈ നഖം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. സക്സസ്ഫുൾ ഹാക്കാണ്. 10 10 മാർക്ക് കൊടുക്കാം നമുക്ക്. അപ്പൊ ഇത് നമ്മുടെ ഹാക്സിനും കഴിഞ്ഞു. ഇഷ്ടായിട്ടാ. അപ്പൊ ഇത് നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷൻ ആണുള്ളത്. അപ്പൊ നമുക്ക് മേക്ക് ഇറ്റ് പോസിബിൾ സെഷനിലേക്ക് പോകാം. വെൽക്കം ടു മേക്ക് ഇറ്റ് പോസിബിൾ. അപ്പൊ ഇന്നത്തെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷൻ നമ്മളൊരു കിടിലൻ ചാനലായിട്ടാണ് വന്നേക്കുന്നത്. ആ ചാനലിന്റെ പേരാണ് മൻഹാസ് വേൾഡ്. അപ്പൊ ഈ ചാനൽ ചെയ്യണത് മൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളാണ്. 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ചാനലിൽ ക്രാഫ്റ്റ് ഉണ്ട്, വ്ളോഗ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ ഒരു സൂപ്പർ കിടിലൻ ചാനലാണ്. അപ്പൊ എല്ലാവരും കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഈ മോളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. മോളെ വീഡിയോസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്താ പറയാ, എല്ലാവരും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് പേരുടെ ഫ്രണ്ട്സും കണ്ടിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ ഇതുപോലത്തെ എൻട്രീസ് അയക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ ജിമെയിലില് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ അയക്കാവുന്നതാണ്. അപ്പൊ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യണം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക. കാരണം നമ്മൾ ഇനി അതിൽ ലൈവ് സെഷനൊക്കെ വരണതാണ്. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ അതിലും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒക്കെ ചോദിച്ചിട്ട്. അപ്പോ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തില്ലേ. ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. നമുക്ക് ഈ കഴിഞ്ഞ് പ്രസ് ചെയ്യാം. ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ ഇനി ഇതുപോലത്തെ അടിപൊളി കിടിലം വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.